ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഞാനും ചേട്ടായി അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പഴം ഇരിപ്പുണ്ട്, അതുകൊണ്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ചേട്ടായി ഇവിടെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തന്നെ നമുക്ക് പൈപ്പിൽ വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ ചെടി നനയൊക്കെ കഴിയട്ടെ എന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ പുട്ടും പഴവും കഴിക്കാനൊക്കെ എടുത്തെല്ലാവർക്കും കൊടുത്തെല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ കാപ്പുകൂടി കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്കുള്ള ഊണിനുള്ള കറികളും കൂടെ റെഡിയാക്കുവേ. അപ്പോൾ അനിക്കുട്ടി ഇത് ഇവിടെ അടുക്കളയിൽ വന്നിട്ടുണ്ട് എനിക്കൊരു കമ്പനി തരാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല ചൂടിൻ്റെ സമയമല്ലേ, ഇപ്പം നല്ല ചൂടാണ്. ഇപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയാണ്. പക്ഷെ അനിക്കുട്ടി പറയണത് അനിക്കുട്ടിക്കാണ് ചൂട് കൂടുതൽ, പെട്ടെന്ന് വിയർക്കും. അതുകൊണ്ട് നമ്മൾ ചാർജ് ചെയ്യുന്നൊരു ഫാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ റൂമിൽ നമുക്ക് സീലിംഗ് ഫാനും ടേബിൾ ഫാനൊക്കെ ഉണ്ട്, എങ്കിലും ഇത് ചാർജ് ചെയ്യുന്നൊരു ഫാനാണേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങോട്ട് പോയാലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഫാനാണ്. അപ്പോൾ ഇതിന് ഇപ്പം നമ്മൾ അടുക്കളയിലേക്ക് വന്നപ്പോഴത്തേക്ക് അനുക്കുട്ടി എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. കാറ്റ് കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്നതാണ്. നമ്മളിത് ഓൺലൈൻ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 1399. അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ കാണുന്നതാണ് എൻ്റെ സ്വിച്ച് എന്ന് പറയണത്. അപ്പോൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഫാൻ വർക്ക് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ 2-3 പ്രാവശ്യം സ്പീഡ് കൂട്ടാനായിട്ട് ഇടാം. പിന്നെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ലൈറ്റ് തെളിയാനുള്ളൊരു സ്വിച്ചാണ്. അപ്പോൾ നല്ല കാറ്റാണ്, നല്ല സ്പീഡും ഉണ്ട്. അപ്പോൾ ഇത് പ്രമോഷന് വേണ്ടി പറഞ്ഞതല്ല, ഫാൻ നല്ലതായതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നല്ല കാറ്റാണ്. അപ്പോൾ അടുക്കളയിൽ നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടിരിക്കുമ്പോൾ നമുക്കിതുപോലെയൊക്കെ വെച്ചിട്ട് കാറ്റ് കൊള്ളാം. അപ്പോൾ നമ്മളിവിടെ കുടിവെള്ളമൊക്കെ എടുത്ത് വെച്ചതാണ് തണുക്കാൻ വേണ്ടിയിട്ട്. അനിക്കുട്ടി ഇവിടെ കാറ്റ് കൊള്ളാൻ വേണ്ടി ഇരുന്നാണ്. അപ്പോൾ ഞാൻ കുടിവെള്ളം അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബജാജിൻ്റെതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ഫ്ലഗോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഫോൺ ചാർജ് ചെയ്യുന്ന ചാർജർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുത്തിയിട്ട് ഇത് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു 1-2 മണിക്കൂർ ചാർജ് നിൽക്കും. അതിനുശേഷം ചാർജ് കുറയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും കുത്തിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പേരയ്ക്ക മുറിച്ചിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം നല്ല പഴുത്ത പേരയ്ക്കയായിരുന്നു. അപ്പോൾ നമ്മളിന്ന് കറി ഉണ്ടാക്കുന്ന വെച്ചാൽ ചേനത്തീയിലാണേ. അപ്പോൾ അനിക്കുട്ടിക്ക് ഇന്ന് ചേനത്തീയിൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ തേങ്ങ വറുത്തരച്ച് അത് കറിയായിട്ട് തന്നെ വെക്കാൻ വേണേ. അപ്പോൾ ചേന ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളിയും ചേനയും കൂടെ വേകുന്നതിനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തേങ്ങ വറുത്ത് അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അപ്പോൾ ഇത് മൂന്നും കൂടെ പൊടികളെല്ലാം അതിലേക്ക് ചേർത്ത് ഇനി അത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ചേന ഇവിടെ വെന്തിരിപ്പുണ്ട്. പിന്നെ മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അനുക്കുട്ടി ഇവിടെ മാങ്ങയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി അതൊരു മാങ്ങാക്കറിയും കൂടെ വെച്ചെടുക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ മീനൊന്നും വാങ്ങിയിട്ടില്ല, വൈകിട്ട് വാങ്ങാമെന്ന് വിചാരിച്ച്. മാത്രമല്ല ഇന്ന് മോള് വരുന്ന ദിവസവും കൂടെയാണ്. മോള് ഹോസ്റ്റലിലാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ശനിയാഴ്ച വൈകിട്ടാണ് മോള് വരുന്നത്. അപ്പോൾ വൈകുന്നേരം പോയിട്ട് മീൻ വാങ്ങാമെന്നാണ് ചേട്ടായി പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഇത് മതിയെന്ന് വിചാരിച്ചത്. അങ്ങനെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് ടെറസിൽ പോയിട്ടുണ്ടായിരുന്നേ. നമ്മൾ കുറച്ച് പയറൊക്കെ നട്ടത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വള്ളിപ്പടപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ വന്ന് തുണികളൊക്കെ ഒന്ന് ഉണങ്ങിയതൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കയറി പോകുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 5-6 ചൂട് പയർ മാത്രമേ ഇവിടെ ടെറസിൽ വെച്ചിട്ടുള്ളേ. ബാക്കിയെല്ലാം നമ്മൾ താഴെയാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചേട്ടായി മോനും കൂടെ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയിട്ട് വന്നപ്പോഴത്തേക്ക് മീൻ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പോൾ പിറ്റേ ദിവസത്തേക്കും കൂടെ കണക്കാക്കിയാണേ. അപ്പോൾ ശനിയാഴ്ച ദിവസമാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പം ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് നമുക്ക് മീനൊന്നും കിട്ടാത്ത ദിവസമല്ലേ. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച വൈകുന്നേരം മീൻ എന്തെങ്കിലും വാങ്ങിച്ച് കറി വെച്ച് വയ്ക്കും. അപ്പോൾ തലേദിവസം കറി വെച്ച് വയ്ക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റും കൂടിയാണല്ലോ. പിന്നെ വൈകുന്നേരം എല്ലാവർക്കും വിശന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് ഉപ്പുമാവും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ, ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ മീൻ കറി വയ്ക്കാനുള്ള പരിപാടികളൊക്കെ നോക്കിയത്. അങ്ങനെ മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു ചീനച്ചട്ടി എല്ലാം ഞാനൊരു ഉരുളിയാണ് വെച്ച കേട്ടോ. 1 കിലോ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, പിന്നെ ചെറിയ ഉള്ളി, കാന്താരി ഉണ്ടായിരുന്നു, കറിവേപ്പില, അതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെയുള്ള മീൻകറിയാണ് കേട്ടോ. ഞാൻ മീൻകറിയുടെ റെസിപ്പി ഞാൻ പ്രത്യേകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലും ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അയല മീനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അരച്ചൂട്ട് കറിക്കാണെങ്കിലും ഞാൻ കുറച്ച് മീൻ എടുത്തിട്ടുണ്ടായിരുന്നു. അയല മുഴുവനും ഫ്രൈ ചെയ്തില്ല,
കുറച്ച് കുടംപുളിയിട്ട് കറിയും വെച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ അത് പൊടികളെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം വഴറ്റി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു. മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ഒരു ചെറിയൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുടംപുളിയും ചേർക്കും. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ആ ഗ്രേവി തിളച്ച് വന്നതിന് ശേഷമാണ് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മീൻകറി വയ്ക്കാൻ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ പാചകം ചെയ്യുന്നത് കൊണ്ട് നമ്മളത് ഒന്നും കാണിച്ചതേ ഉള്ളൂ. കുടംപുളി ആവശ്യത്തിന് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളി അധികമായെന്ന് കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. പുളി കൂടി നിൽക്കരുതും, ആവശ്യത്തിന് മാത്രം. ഇതിപ്പോൾ 1 കിലോ മീനുണ്ട്. ഇതിപ്പോൾ നാടൻ പുളി ആയതുകൊണ്ട് ഞാനൊരു 3 പീസ് ആയിരുന്നു, ഞാൻ കീറി ഇട്ടതാണ്. 3 പീസ് പുളി മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് സ്കിപ്പായി പോയതാണ്. അപ്പോൾ നമ്മൾ അയില ഫ്രൈ ചെയ്തതും ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ ആ മീൻ കഷ്ണങ്ങളെല്ലാം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറി നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. അപ്പം ഞാൻ അതിന് ശേഷമാണ് പിന്നെ കുരുമുളക് പൊടിയും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ലാസ്റ്റ് ചേർത്ത് കൊടുക്കും കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് മീൻ കറിക്ക്. അപ്പോൾ കറിയൊക്കെ ഇവിടെ തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ എൻ്റെ ജോലിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പോയി ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം. അതിനു മുമ്പ് ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.